എല്ലാവർക്കും ജോ കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഡാൽഗോണ കോഫിയാണ്. അപ്പം നല്ലൊരു ക്രീമി പരുവത്തിലിരിക്കുന്ന ഒരു അടിപൊളി കോഫിയാണിത്. അപ്പം എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ എടുക്കുന്നത് നെസ്കഫേയുടെ കോഫി പൗഡറാണേ. പിന്നെ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ഞാനിവിടെ പൊടിച്ചിട്ടൊന്നുമില്ലാത്ത പഞ്ചസാരയാണ്. പിന്നെ നമ്മൾ നല്ല തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂടോട് കൂടി തന്നെ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതും ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഒരു ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ ബീറ്ററോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ബീറ്റർ ഉപയോഗിക്കുമ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നല്ല ക്രീമി പരുവത്തിലായിട്ട് വരും. ഹാൻഡ് വിസ്ക് ഉപയോഗിക്കുമ്പോൾ കുറച്ച് നേരം എടുക്കും. എന്നിരുന്നാലും നല്ല ക്രീമി പരുവത്തിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഈ ഡാൽഗോണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കൊറിയൻ സ്ട്രീറ്റ് ക്യാൻഡിയാണ്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മുടെ ഈ ഡാൽഗോണ കോഫി ഉരുത്തിരിഞ്ഞ് വന്നത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കോഫി. അപ്പം ഞാനും ഒന്ന് തയ്യാറാക്കി നോക്കാമെന്ന് വിചാരിച്ചു. തയ്യാറാക്കി നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇതിന്. ഇപ്പം ഇതിവിടെ നല്ല ക്രീമി പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായാൽ മതിയാകും. അപ്പം നിങ്ങൾ ഹാൻഡ് വിസ്ക് ഉപയോഗിക്കുന്നവർ ഇത്രയും നല്ല ക്രീമി ആയാലും ഇതിനേക്കാളും കുറച്ചും കൂടി ലൂസായാലും കുഴപ്പമില്ല. അപ്പം ഇതിനു വേണ്ടി നമ്മൾ പാലിൻ്റെ മുകളിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 3/4 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാനിതിവിടെ തിളപ്പിച്ചതിന് ശേഷം അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ചൂടുള്ള പാല് വെച്ചിട്ടും നമുക്കിത് ചെയ്യാവുന്നതാണ്. അത് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. തണുത്ത പാലിലാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല മധുരം വേണ്ടവർ കുറച്ച് പഞ്ചസാരയും കൂടെ പാലിൽ കലക്കിയിട്ട് വേണം പാലൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് നല്ല 2 ലെയറായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് കുടിക്കുക. അപ്പം എല്ലാ സ്ഥലത്തും എല്ലാതും ആകുന്ന രീതിയിൽ ഇത് നന്നായിട്ട് മിക്സ് ആവുക. അപ്പം ഇതിൻ്റെ ടെക്സ്ചർ പറയുകയാണെങ്കിൽ നമ്മൾ ഐസ്ക്രീം ഒക്കെ വെച്ച് ഷെയ്ക്ക് അടിക്കുന്ന അതേപോലെയുള്ള ഒരു ക്രീമി പരുവത്തിലായിട്ടായിരിക്കും ഇത് ഉണ്ടാവുക. നല്ലൊരു ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിയാൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.